Good morning. Electoral system in India. Article 324 to 329 in Part 15 of the Constitution make the provisions with regard to the electoral system in our country. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 15 ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയുള്ള വകുപ്പുകളാണ്, അനുച്ഛേദങ്ങളാണ് നമ്മുടെ ഇലക്ട്രൽ സിസ്റ്റത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതുപ്രകാരം Article 324 provides for an independent election commission in order to ensure free and fair elections in the country. The power of superintendence, direction and conduct of elections to the parliament, the state legislature, the office of the vice president and office of the president is vested in the commission. ഇപ്പോൾ കമ്മീഷനിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉൾപ്പെടെ 3 ഇലക്ഷൻ കമ്മീഷണർമാരാണുള്ളത്. ആർട്ടിക്കിൾ 324 പ്രകാരം ഇന്ത്യയിലെ പാർലമെന്റിലേക്ക്, സംസ്ഥാന നിയമസഭകളിലേക്ക്, പ്രസിഡന്റിന്റെ ഓഫീസിലേക്ക്, വൈസ് പ്രസിഡന്റ് ഓഫീസിലേക്ക് തുടങ്ങിയ ഇലക്ഷനുകൾ നടത്തേണ്ട ചുമതല ഇലക്ഷൻ കമ്മീഷനിൽ, ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനിൽ നിക്ഷിപ്തമാണ് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇലക്ഷൻ കമ്മീഷനിൽ 3 അംഗങ്ങളാണുള്ളത്. ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണറായ സുകുമാർ സെൻ മുതൽ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണറായ ശ്രീ സുനിൽ അറോറ വരെയുള്ള ആളുകൾ ഇന്ത്യയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിച്ചിരുന്നത്. ആർട്ടിക്കിൾ 325 പ്രകാരം no person to be ineligible for inclusion in or to claim to be included in a special electoral roll on grounds of religion, race, caste, sex. ആർട്ടിക്കിൾ 325 പ്രകാരം ഒരാളെ ലിംഗത്തിന്റെയോ ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ അടിസ്ഥാനത്തിൽ പ്രത്യേക ഇലക്ട്രൽ റോളിൽ ഉൾപ്പെടുത്താനോ അല്ലെങ്കിൽ ഇത് ഏതിന്റെ ഈ പറഞ്ഞ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഇലക്ട്രൽ റോളിൽ നിന്ന് നീക്കാനോ പാടുള്ളതല്ല. ഇപ്പം മതം, വർണ്ണം, ജാതി, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഒരാളിനെ ഒരു പ്രത്യേക ഇലക്ട്രൽ റോളിൽ ഉൾപ്പെടുത്താനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഇലക്ട്രൽ റോളിൽ നിന്ന് നീക്കം ചെയ്യുവാനോ പാടില്ല എന്ന് കർശനമായ വ്യവസ്ഥ ആർട്ടിക്കിൾ 325 പറയുന്നു. ഇനി ആർട്ടിക്കിൾ 326 പ്രകാരം ദി എലക്ഷൻസ് ടു ദി ലോക്സഭ ആൻഡ് ദ സ്റ്റേറ്റ് അസംബ്ലീസ് ആർ ടു ബി ഓൺ ദ ബേസിസ് ഓഫ് അഡൽട്ട് ഫ്രാഞ്ചൈസ്. നമുക്കെല്ലാവർക്കും അറിയാം അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്. പ്രായപൂർത്തി വോട്ടവകാശം. ഇപ്പൊ ഇന്ത്യയിൽ ആദ്യകാലത്ത് പ്രായപൂർത്തി വോട്ടവകാശം 21 വയസ്സായ ആളുകൾക്കാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 61ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 61ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1989 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പാസ്സാക്കിയത് 1988 അപ്പൊ 61st അമെൻമെന്റ് ആക്ട് 1989 പ്രകാരം അഡൽട്ട് ഫ്രാഞ്ചൈസിനുള്ള പ്രായം 21 നിന്ന് 18 മാറ്റിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ 18 വയസ്സാണ് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പറയാം, എവരി പേഴ്സൺ ഹൂ ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആൻഡ് ഹൂ ഈസ് 18 years of age ഈസ് എൻടൈറ്റിൽഡ് ടു വോട്ട് അറ്റ് ദി എലക്ഷൻ. ഇനി ആരാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരപ്പെട്ടവർ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 327 പ്രകാരം പാർലമെന്റും ആർട്ടിക്കിൾ 328 പ്രകാരം സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും ഇതുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ നിർമ്മിക്കാവുന്നതാണ്. പക്ഷെ ആർട്ടിക്കിൾ 327 പ്രകാരം പാർലമെന്റ് may make provision with respect to all matters relating to elections to the parliament and the state legislatures, including the preparation of the electoral rolls, the delimitation of the constituencies and all other matters necessary for securing their due constitution. അപ്പോൾ പാർലമെന്റിനാണ് കൂടുതൽ അധികാരം ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കുന്നതിന്. പാർലമെന്റിന് വേണമെങ്കിൽ പാർലമെന്റുമായി ഇന്ത്യക്ക് മുഴുവനായി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ സംബന്ധിച്ചും സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ സംബന്ധിച്ചും നിയമം നിർമ്മിക്കാനുള്ള അധികാരമുണ്ട്.
ഒരു സംസ്ഥാന ലെജിസ്ലേച്ചറിനെ സംബന്ധിച്ച് ആർട്ടിക്കിൾ 328 പ്രകാരം ഒരു സംസ്ഥാനത്തിനകത്ത് നടക്കുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതനുസരിച്ച് ആർട്ടിക്കിൾ 327 പ്രകാരം ഇലക്ട്രൽ റോൾ, വോട്ടർ പട്ടിക പ്രിപ്പയർ ചെയ്യാനുള്ള നിയമവും ദി ഡീലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസീസ് മണ്ഡലങ്ങളെ പുനർനിർണയിക്കാനുള്ള അധികാരവും പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. അപ്പൊ പാർലമെന്റിൽ നിക്ഷിപ്തമായ ആർട്ടിക്കിൾ 327 പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ച് പല നിയമങ്ങളും പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾസ് ആക്ട് 1950, റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് ഓഫ് 1951, ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആക്ട് ഓഫ് 1952, അതുപോലെ തന്നെ പ്രസിഡൻഷ്യൽ ആൻഡ് വൈസ് പ്രസിഡൻഷ്യൽ election ആക്ട് 1952, ഗവൺമെന്റ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ആക്ട് 1963, ഗവൺമെന്റ് ഓഫ് ദി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി ആക്ട് 1991, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ദി ഇലക്ഷൻ കമ്മീഷണേഴ്സ് കണ്ടീഷൻ ഓഫ് സർവീസസ് ആക്ട് 1991, പ്രൊഹിബിഷൻ ഓഫ് സൈമിൾട്ടേനിയസ് മെമ്പർഷിപ്പ് റൂൾസ് 1950, റെഗുലേഷൻ ഓഫ് ഇലക്ട്രൽ റൂൾസ് 1960, കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് 1961. ഇത് കൂടാതെ നമ്മൾ നേരത്തെ പഠിച്ചൊരു സംഗതിയുണ്ട്, ഇലക്ഷൻ സിംബൽസ് റിസർവേഷൻ ആൻഡ് അലോട്ട്മെന്റ് ഓർഡർ 1968. ഇതെല്ലാം തന്നെ പാർലമെന്റിന് ആർട്ടിക്കിൾ 327 പ്രകാരം കിട്ടിയ അധികാരം ഉപയോഗിച്ച് പാസാക്കിയ നിയമങ്ങളാണ്. ഈ നിയമങ്ങളെല്ലാം നമ്മൾ യഥാർത്ഥത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. അത് പിന്നീട് നമുക്ക് പഠിക്കാം. ഇനി അടുത്ത ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 329 പ്രകാരം ദി കോൺസ്റ്റിറ്റ്യൂഷൻ ലേസ് ഡൗൺ ദാറ്റ് നോ ഇലക്ഷൻ ടു ദി പാർലമെന്റ് ഓർ ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഈസ് ടു ബി ക്വസ്റ്റ്യൻഡ് എക്സെപ്റ്റ് ബൈ ആൻ ഇലക്ഷൻ പെറ്റീഷൻ presented to such authority and in such manner as provided by the appropriate legislature. അപ്പോൾ നിയമമനുശാസിക്കുന്ന മാർഗങ്ങളിലൂടെ നിയമം പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പെറ്റീഷനുകൾ സമർപ്പിക്കാൻ പാടുള്ളൂ. അതായത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട പെറ്റീഷനുകൾ എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കാൻ പറ്റൂല. സിൻസ് 1966 മുതൽ ദി ഇലക്ഷൻ പെറ്റീഷൻസ് ആർ ട്രയബിൾ ബൈ ഹൈക്കോർട്ട്സ് അലോൺ. അപ്പോൾ ഹൈക്കോടതികൾക്ക് മാത്രമാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കേസുകൾ കേൾക്കാനുള്ള അധികാരം. അപ്പോൾ സുപ്രീം കോടതിയിലല്ല പോവേണ്ടത്, ഹൈക്കോടതിയിലാണ്. ഈ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാം? ബട്ട് ദി അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ ലൈസ് വിത്ത് ദി സുപ്രീം കോർട്ട് അലോൺ. ഇനി ഇതുവരെയും സ്ഥാപിതമാകാത്ത ഒരു കാര്യത്തിനെ കുറിച്ചും ഭരണഘടനയിൽ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 323B 323B അനുസരിച്ച് ഒരു ഇലക്ഷൻ ട്രിബ്യൂണൽ സ്ഥാപിക്കണമെന്നാണ് ഭരണഘടനയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷെ അത് ഇതുവരെയും പ്രഖ്യാപിച്ച് കണ്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രമാദമായ ഒരു കേസ് നിലവിലുണ്ട്. ആ കേസിന്റെ പേരാണ്, സുപ്രീം കോടതി കേസിന്റെ പേരാണ് ചന്ദ്രകുമാർ കേസ്. 1997 കേസാണ്. അപ്പൊ ഇത്രയുമാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഇലക്ഷനിലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വകുപ്പുകൾ. അപ്പൊ ആർട്ടിക്കിൾ 324 പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 325 പറയുന്നത് ജാതി, മതം, വർഗം, വർണ്ണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഒരു ഇലക്ട്രൽ റോളിൽ ഉൾപ്പെടുത്താനോ അല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരാളിനെ ഇലക്ട്രൽ റോളിൽ നിന്ന് ഒഴിവാക്കാനോ കഴിയുകയില്ല എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 326 സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ അഡൽട്ട് സഫറേജിനെ കുറിച്ചാണ്, പ്രായപൂർത്തി വോട്ടവകാശത്തിനെ കുറിച്ചാണ്. നൗ ഇറ്റ് ഈസ് 18 years of age ആസ് പെർ ദി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് 1989. ഇനി ആർട്ടിക്കിൾ 327 പ്രകാരം പാർലമെന്റിന് ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരമുണ്ട് എന്നാണ് പറഞ്ഞത്. ആർട്ടിക്കിൾ 328 പ്രകാരം ലെജിസ്ലേച്ചറിന് ആ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഇലക്ഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാവുന്നതാണ്. ഇനി 329 പ്രകാരം ബാർ ടു ഇന്റർഫിയറൻസ് ബൈ കോർട്സ് ഇൻ ഇലക്ടറൽ മാറ്റേഴ്സ്. അപ്പൊ കോടതികൾക്ക് അനാവശ്യമായി ഇലക്ട്രൽ മാറ്റേഴ്സിൽ ഇടപെടാൻ കഴിയുകയില്ല എന്നാണ് ആർട്ടിക്കിൾ 329 പറയുന്നത്. പക്ഷേ 1966 മുതൽ ഹൈക്കോടതിക്ക് ഈ കേസുകൾ കേൾക്കാനുള്ള അധികാരം പാർലമെന്റ് പാസാക്കി നൽകിയിട്ടുണ്ട്. 323A എന്താണ് പറയുന്നത്? ഇലക്ഷൻ ട്രിബ്യൂണലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ്
ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട പ്രൊവിഷനുകൾ. ഇനി ഇലക്ഷൻ മെഷീനറിയിൽ ആരൊക്കെ ഉൾപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിർത്താവുന്നതാണ്. ഇലക്ഷൻ മെഷീനറി അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷൻ മെഷീനറിയിൽ ആളാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ച് നമുക്കറിയാം, ആർട്ടിക്കിൾ 324 അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോ ആർട്ടിക്കിൾ 324 പ്രകാരം ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് വെസ്റ്റഡ് വിത്ത് ദി പവർ ഓഫ് സൂപ്പറിൻറ്റൻഡൻസ്, ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് കണ്ടക്ടിങ് ദി ഇലക്ഷൻ ടു ദി ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. ഈ 3 വാക്കുകൾ നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. ഏതാണ്? സൂപ്പറിൻറ്റൻഡൻസ്, ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് കണ്ടക്ടിങ് ദി ഇലക്ഷൻസ്. ഇപ്പോൾ ഇലക്ഷൻ നടത്തുന്നതിനുള്ള മേൽനോട്ടവും അതിന് നിർദ്ദേശങ്ങൾ കൊടുക്കാനും അതിനെ നിയന്ത്രിക്കാനുമുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷനിൽ നിക്ഷിപ്തമാണ് എന്നുള്ളതാണ്. അത് ലോക്സഭയിലേക്കായാലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കായാലും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് അതിന്റെ ചുമതലക്കാരൻ എന്ന് പറയുന്നത്. ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ നമുക്കറിയാം 3 പേരടങ്ങിയ ഒരു ബോഡിയാണത്. അതിൽ ഒരാളിനെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ടും അതർ 2 ഇലക്ഷൻ, ബാക്കിയുള്ള 2 പേരെ ഇലക്ഷൻ കമ്മീഷണർമാരെന്നും അറിയപ്പെടുന്നു. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് അദ്ദേഹത്തെ ഈ പോസ്റ്റിലേക്ക് നിയമിക്കുന്ന കാര്യവും നമുക്കറിയാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഇലക്ഷൻ മെഷീനറിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മറ്റൊരു ഓഫീസാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയാം, അല്ലെങ്കിൽ CEO എന്ന് നമുക്ക് വിളിക്കാം. ചീഫ് ഇലക്ടറൽ ഓഫീസർ ഓഫ് എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഈസ് ഓതറൈസ്ഡ് ടു സൂപ്പർവൈസ് ദി ഇലക്ഷൻ വർക്ക് ഇൻ ദ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി സബ്ജക്ട് ടു ദി ഓവറാൾ സൂപ്പറിൻറ്റൻഡൻസ്. അപ്പോൾ ഒരു സംസ്ഥാനത്തിനകത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഓഫീസറെയാണ് നമ്മൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതാത് സംസ്ഥാനത്തെ ഗവൺമെന്റുമായി ആലോചിച്ചിട്ടാണ് ഈ ഒരു ഓഫീസറെ നിയമിക്കുന്നത്. അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പല ആളുകളെയും കൂടെ നിയമിക്കാറുണ്ട്. ഇനി അതിന് തൊട്ട് താഴെയായുള്ള പ്രധാനപ്പെട്ട ഇലക്ഷൻ മെഷീനറിയാണ് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ എന്ന് പറയും, DEO എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഇത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ സബ്ജക്ട് ടു ദി സൂപ്പറിൻറ്റൻഡൻസ്, ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദി ചീഫ് ഇലക്ടറൽ ഓഫീസർ. ദ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ സൂപ്പർവൈസസ് ദി ഇലക്ഷൻ വർക്ക് ഓഫ് എ ഡിസ്ട്രിക്ട്. അപ്പോൾ ഒരു ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷൻ അതോറിറ്റി ആര് ആണ് എന്ന് ചോദിച്ചാൽ അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയേണ്ടത്, അതിന് ഉത്തരമായി നമുക്ക് പറയേണ്ടത് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ എന്നാണ്. ഇനി അടുത്ത ആള് എന്ന് പറയുന്നത് ഒരു മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷൻ ഓഫീസർ എന്ന് ചോദിച്ചാൽ റിട്ടേണിംഗ് ഓഫീസറാണ്, RO എന്നാണ് അറിയപ്പെടുന്നത്. റിട്ടേണിംഗ് ഓഫീസർ ഓഫ് എ പാർലമെന്ററി ഓർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി കണ്ടക്ട് ഓഫ് ഇലക്ഷൻസ് ഇൻ ദ പാർലമെന്ററി ഓർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി കൺസേൺഡ്. ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി ഒരു റിട്ടേണിംഗ് ഓഫീസർ ഉണ്ടാവും. അല്ല, സ്റ്റേറ്റ് ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടിയിട്ട് ഒരു റിട്ടേണിംഗ് ഓഫീസർ ആവും. അപ്പോൾ അദ്ദേഹമാണ് ആ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷൻ അതോറിറ്റി എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് നടക്കുന്ന രണ്ടാമത്തെ റിട്ടേണിംഗ് ഓഫീസർക്ക് താഴെയുള്ള ആളിന് പറയുന്ന പേരാണ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. ദി ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ഇലക്ടറൽ റോൾസ് ഫോർ എ പാർലമെന്ററി ഓർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി. മത്സര പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ ആരാണ് ഇലക്ടറൽ റോൾസ് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്നത് ആരാണ്? ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറാണ്. ദി ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ഇലക്ടറൽ റോൾസ് ഫോർ എ പാർലമെന്ററി ഓർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പോൾ പാർലമെന്റ് മണ്ഡലത്തിലോ അല്ലെങ്കിൽ അസംബ്ലി മണ്ഡലത്തിലേക്കോ ആവശ്യമായ ഇലക്ടറൽ റോള് നിർമ്മിക്കേണ്ട ചുമതല ആർക്കാണുള്ളത്? ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറാണ്. ഇന്ത്യയിലെ ഇലക്ഷൻ നിയമം അനുസരിച്ച് പാർലമെന്റിനും അസംബ്ലിക്കും പ്രത്യേകിച്ച് ഇലക്ടറൽ റോളുകൾ നിലവിലില്ല. ഇപ്പം രണ്ടിനും, പാർലമെന്ററി ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും ഒരേ ഇലക്ടറൽ റോളുകളാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. എന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മറ്റൊരു ഇലക്ടറൽ റോള് നിലവിലുണ്ട്. അത് ഒരുമിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ നടന്നു വരുന്നു. അടുത്ത് ഇലക്ഷൻ മെഷീനറിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഓഫീസറാണ് പ്രിസൈഡിംഗ് ഓഫീസർ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഇലക്ഷൻ നടത്തുന്നതിന് ബൂത്തിന്റെ ചുമതല, ഒരു ഇലക്ഷൻ നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലത്തെയാണല്ലോ നമ്മൾ ബൂത്ത് എന്ന് പറയുന്നത്. ആ ബൂത്തിന്റെ ചുമതല നിർവഹിക്കുന്ന ഓഫീസറെ വിളിക്കുന്ന ആ പേരാണ് പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയും. ദ പ്രിസൈഡിംഗ് ഓഫീസർ വിത്ത് ദി അസിസ്റ്റൻസ് ഓഫ് പോളിംഗ് ഓഫീസേഴ്സ് കണ്ടക്ട് ദ പോൾ അറ്റ് ദ പോളിംഗ് സ്റ്റേഷൻ. ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്ന സ്ഥലത്ത്
ഇലക്ഷനെ സുഗമമായി നടത്തുന്നതിന് സഹായിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നേതാവിനെ പ്രിസൈഡിംഗ് ഓഫീസർ എന്നും അദ്ദേഹത്തിനെ സഹായിക്കുന്ന ആളുകളെ പോളിംഗ് ഓഫീസേഴ്സ് എന്നും നമുക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ ആണ് ഇത്തരത്തിൽ പ്രിസൈഡിംഗ് ഓഫീസേഴ്സിനെയും പോളിംഗ് ഓഫീസേഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം യഥാർത്ഥത്തിലുള്ളത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് സച്ച് അപ്പോയിന്റ്മെന്റ്സ് ആർ മെയ്ഡ് ബൈ ദി റിട്ടേണിംഗ് ഓഫീസർ. യൂണിയൻ ടെറിട്ടറീസിന്റെ കാര്യത്തിൽ അത് നടത്തുന്നത് റിട്ടേണിംഗ് ഓഫീസറാണ്. ഇനി ഒബ്സർവേഴ്സ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഇലക്ഷൻ മെഷീനറിയിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരുണ്ട്. ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നോമിനേറ്റ്സ് ഓഫീസേഴ്സ് ഓഫ് ഗവൺമെന്റ് ആസ് ഒബ്സർവേഴ്സ്. നിരീക്ഷകരെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇവിടെ നടക്കുന്ന ഇലക്ഷൻ റൂളുകൾ അനുസരിച്ചാണോ നടക്കുന്നത് അല്ലയോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ചുമതലപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ വിഭാഗത്തിലെ ഒരാളാണ് അല്ലെങ്കിൽ ആളുകളാണ് ഒബ്സർവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ഷൻ മെഷീനറിയുടെ ഭാഗമായി ഉള്ള പ്രധാനപ്പെട്ട ആളുകൾ ഞാൻ ഒന്നുകൂടെ ചുരുക്കി പറയാം. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് ഏറ്റവും ടോപ്പിൽ. അത് കഴിഞ്ഞ് ചീഫ് ഇലക്ടറൽ ഓഫീസർ സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഓഫീസറായി വരും. ജില്ലാതലത്തിൽ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ പ്രധാനപ്പെട്ട ആളായി വരുമ്പോൾ റിട്ടേണിംഗ് ഓഫീസർ ഒരു മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ആളായി മാറുന്നു. ഇനി ഇവിടെ ഇലക്ട്രൽ റോൾ പ്രിപ്പയർ ചെയ്യാനുള്ള അധികാര ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറിലാണ്. ഇനി ഇലക്ഷൻ ദിവസം ഇലക്ഷൻ നടത്തുന്നതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളിനെ ഒരു ബൂത്തിലെ ഏറ്റവും വലിയ ഓഫീസറെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യുന്ന ഓഫീസർമാരെ പോളിംഗ് ഓഫീസർ എന്ന് വിളിക്കുന്നു. ഇനി ഇലക്ഷൻ നന്നായി നടത്താൻ, കാര്യക്ഷമമായി നടത്താൻ, ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ തടയുന്നതിനെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി ഉള്ള വിഭാഗം ഉദ്യോഗസ്ഥരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒബ്സർവേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പ്രധാനമായും പറഞ്ഞത് ഭരണഘടനയിലെ ഇലക്ഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളും ഇലക്ഷൻ മെഷീനറീസിലെ പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥരെയുമാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക്സ്.